ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള, എന്നാൽ ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ റിലേഷൻഷിപ്സിനെ കുറിച്ചും അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട സ്നേഹത്തെക്കുറിച്ചുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ചിലർക്ക് മാത്രം എല്ലാവരുടെയും സ്നേഹവും അറ്റൻഷനും വളരെ ഈസി ആയിട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്ന് ഞാൻ ഇതിന് പിന്നിലെ രഹസ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് സംസാരിക്കാൻ പോവാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണണേ. നമ്മൾ വിചാരിക്കും നല്ല ഡ്രസ്സ് ഇട്ടാലോ അല്ലെങ്കിൽ കാണാൻ നല്ല ലുക്ക് ഉണ്ടെങ്കിലോ ആണ് ഒരാൾ അട്രാക്റ്റീവ് ആവുന്നതെന്ന്. എന്നാൽ സത്യം അതല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അട്രാക്റ്റീവായ കാര്യം കോൺഫിഡൻസ് ആണ്. ഒരാൾക്ക് തന്നോട് തന്നെയുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഇതും വെറും ജാടയല്ല. ഞാൻ ആരാണെന്നും എനിക്ക് എന്താണ് വേണ്ടതെന്നും കൃത്യമായി അറിയുന്ന ആ ഒരു അവസ്ഥയാണ് യഥാർത്ഥ ആത്മവിശ്വാസം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഈ ആത്മവിശ്വാസം നിങ്ങളുടെ ബന്ധങ്ങളെ മാറ്റാൻ പോകുന്നത് എന്നാണ്. നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാര്യമുണ്ട്, അമിതമായ ആശ്രയിക്കൽ. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രണ്ടുപേരും പരസ്പരം പറയും, നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ല, നീയാണ് എൻ്റെ എല്ലാം. ഇത് കേൾക്കുമ്പോൾ സിനിമയിലെ ഡയലോഗ് പോലെ നല്ലതായിട്ടൊക്കെ നമുക്ക് തോന്നും. രണ്ടുപേരും ഒരേപോലെ ഈ നീഡി അവസ്ഥയിലാണെങ്കിൽ അവർക്ക് കുറച്ചു കാലം സന്തോഷമായിട്ട് പോകാൻ പറ്റും. കാരണം അവിടെ ഒരു ബാലൻസ് ഉണ്ട്. നീ എൻ്റെ കുറവുകൾ നികത്തുന്നു, ഞാൻ നിന്റെയും എന്ന്. പക്ഷേ ഒരു വശത്ത് മാത്രം ഈ നീഡിനെസ് വന്നാലോ? അതായത് ഒരാൾ എപ്പോഴും സ്നേഹത്തിനായി യാചിക്കുന്നു, മറ്റേ ആൾക്ക് അതിൻ്റെ വില മനസ്സിലാകുന്നില്ല. അവിടെ നിങ്ങൾ ഒരു ലൂസറായി മാറുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാണ് നിങ്ങൾ ഇത്രയധികം മറ്റൊരാളെ വരിഞ്ഞു മുറുക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ പേടിയാണോ? ഈ ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കേണ്ടതാ. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പങ്കാളിയോട് പറയാൻ പഠിക്കുക എന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ പടി. എനിക്കൊരുപാട് മെസ്സേജസ് വരാറുണ്ട്, എങ്ങനെയാണ് ഒരു നല്ല പങ്കാളിയെ കിട്ടുക എന്നതായിരിക്കും അതിലെ മിക്കവാറും എല്ലാത്തിലെയും ചോദ്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഈ പ്രണയം, അതായത് ഈ സ്നേഹം എന്നത് എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണെന്നും നമ്മൾ ഓടിപ്പോയി അതിനെ പിടിക്കണമെന്നുമാണ്. ഇതൊരു വലിയ തെറ്റാണ്. പ്രണയം എന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വാങ്ങേണ്ട ഒരു സാധനമല്ല. സത്യത്തിൽ ഒരാളോടൊപ്പം ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്നതാണ് പ്രധാനം. നിങ്ങൾ ഒരാളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടാകാം, പക്ഷേ അയാളുടെ കൂടെ ഉള്ളപ്പോൾ ഞാൻ അത്ര പോരാ, ഞാൻ മോശമാണ് എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്കുള്ളതല്ല. അതായത് ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു പ്രത്യേക സ്നേഹവും സന്തോഷവും തോന്നണം. മറിച്ച് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്കുള്ളതല്ല. സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം ഓടുന്നുവോ അത്രത്തോളം അത് നിങ്ങളിൽ നിന്നും അകന്നു പോവും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഞാൻ ഒരു സത്യം പറയട്ടെ, നിങ്ങളുടെ നിറമോ ബോഡി ഷേപ്പോ അല്ലെങ്കിൽ പല്ലിൻ്റെ ആകൃതിയോ ഇതൊന്നുമല്ല സ്നേഹത്തെ ആകർഷിക്കുന്നത്. നിങ്ങൾ ലവബിൾ ആണ് എന്ന നിങ്ങളുടെ ഉറച്ച വിശ്വാസമാണ്. ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയാൽ മാത്രമേ മറ്റൊരാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന അതേ അളവിൽ മാത്രമേ മറ്റൊരാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയൂ. നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയട്ടെ. ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ശ്വാസം പുറത്തേക്ക് വിടുന്നത് സ്നേഹം കൊടുക്കുന്നതാണെന്നും അകത്തേക്ക് എടുക്കുന്നത് സ്നേഹം സ്വീകരിക്കുന്നതാണെന്നും ഒന്ന് കരുതുക, ജസ്റ്റ് കരുതുക. ഇപ്പോൾ നിങ്ങൾ ഒന്ന് ശ്വാസം പുറത്തേക്ക് മാത്രം വിടാൻ ശ്രമിക്കൂ. വീണ്ടും വീണ്ടും പുറത്തേക്ക് മാത്രം. പറ്റുന്നില്ലല്ലോ, നിങ്ങൾക്ക് ശ്വാസം മുട്ടും അല്ലേ? അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ സ്നേഹം കൊടുക്കുന്നത് മാത്രം. നിങ്ങളെല്ലാവർക്കും സ്നേഹവും കെയറും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ഒന്നും തിരികെ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മടുക്കും. ഇനി തിരിച്ചൊന്ന് ചെയ്തു നോക്കൂ.
ശ്വാസം എടുത്തുകൊണ്ടേയിരിക്കുക, പുറത്തേക്ക് വിടരുത്. അതും അസാധ്യമാണ് അല്ലേ? അതായത് സ്നേഹം എന്നത് ശ്വസനം പോലെയാണ്. അത് ബാലൻസ്ഡ് ആയിരിക്കണം. കൊടുക്കാനും വാങ്ങാനും നമ്മൾ തയ്യാറാകണം. ആ ബാലൻസ് എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ ആ ബന്ധം തകരാൻ തുടങ്ങും. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ എത്ര വേണമെങ്കിലും സ്നേഹം കൊടുത്തോളാം, എനിക്ക് തിരിച്ചൊന്നും വേണ്ട. ഇത് വലിയ തെറ്റല്ലേ? നിങ്ങൾ സ്നേഹം മാത്രം ഇങ്ങനെ കൊടുത്തോണ്ടിരുന്ന നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു എനർജി, ആ പോസിറ്റീവ് എനർജി എന്തു പറ്റും? ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത മാനസിക വിഷമവും സ്ട്രെസ്സും അനുഭവപ്പെടും. ഇതുപോലെ തന്നെയാണ് തിരിച്ചും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം വാങ്ങാൻ മാത്രം നിൽക്കുന്നതും ശരിയല്ല. പ്രകൃതിയിലെല്ലാം ഒരു ബാലൻസ് ആയിരിക്കണം. ആ ബാലൻസ് ഉള്ളപ്പോൾ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. പലപ്പോഴും നമ്മൾ പണ്ട് നടന്ന കാര്യങ്ങളുടെ പുറകെ പോകുന്നവരാ. എൻ്റെ അച്ഛൻ എന്നെ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന പങ്കാളിയും എന്നെ വഴക്ക് പറയുന്നവരാണ്. നമ്മൾ അറിയാതെ തന്നെ ആ പഴയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാൻ ശ്രമിക്കും. കാരണം അതാണ് നമുക്ക് ശീലമുള്ള കാര്യം. നമ്മൾ വിചാരിക്കും ആ പഴയ ആളുകളെ പോലെ ഉള്ളവരെ കണ്ടെത്തി അവരെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാമെന്ന്. പക്ഷെ അത് നടക്കില്ല. നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ എൻഡിങ് അല്ല, മറിച്ച് അതിന്റെ തുടക്കം, ബിഗിനിങ് ആണ് മാറ്റേണ്ടത്. നിങ്ങൾക്ക് പണ്ട് വിഷമം തന്ന അച്ഛനെയോ അമ്മയെയോ ഓർമ്മിപ്പിക്കുന്ന ഒരാളെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവിടെ നിന്ന് അപ്പോൾ തന്നെ ഒഴിഞ്ഞു മാറുകയാണ് ബുദ്ധി. പിന്നെ ചില ആളുകൾ പറയും, ഞാൻ അമിതമായി നന്മ ചെയ്യുന്നത് കൊണ്ടാണോ എന്നെ എല്ലാവരും ചതിക്കുന്നത്? സത്യത്തിൽ നിങ്ങൾ നന്മ ചെയ്യുന്നത് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കണമെന്ന ആഗ്രഹത്തോടെയാണെങ്കിൽ അത് സ്നേഹമല്ല, അതൊരു ബിസിനസ്സാണ്. നിങ്ങൾ എപ്പോഴും വീട് വൃത്തിയാക്കിക്കൊണ്ടിരുന്നാൽ വീട്ടുകാർ അത് നിങ്ങളുടെ ജോലിയായിട്ട് കാണും. നിങ്ങൾ എപ്പോഴും പൈസ കൊടുത്തുകൊണ്ടേയിരുന്നാൽ മറ്റുള്ളവർ നിങ്ങളെ ഒരു ATM മെഷീനായി കാണും. നിങ്ങൾ സ്നേഹം മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ അവരത് എടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ മാറ്റാൻ നോക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക. നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളെ ബഹുമാനിക്കാത്തവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും താനെ ഒഴിഞ്ഞു പൊക്കോളും. ഇനി ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗത്തേക്ക് വരാം. എങ്ങനെയാണ് നല്ലൊരു സ്നേഹം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്? അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഇതാണ്, നിങ്ങൾ അവസാനം എപ്പോഴാണ് കണ്ണാടിയിൽ നോക്കി നിങ്ങളെ തന്നെ ഒന്ന് അഭിനന്ദിച്ചത്? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താണ് പറയാറുള്ളത്? അയ്യോ, എൻ്റെ വയറ് കൂടിപ്പോയി, എനിക്ക് നിറമില്ല, എനിക്ക് മുടിയില്ല, എനിക്ക് നല്ല പല്ലല്ല, ഇങ്ങനെയൊക്കെയാണോ? എങ്കിൽ അത് നിർത്തുക. നിങ്ങൾ നിങ്ങളോട് തന്നെ മോശമായി സംസാരിച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കും? അപ്പോൾ ഇനി കണ്ണാടിയിൽ നോക്കി പറയൂ, ഞാൻ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നവനാണ്, എൻ്റെ കണ്ണുകൾക്ക് നല്ല തിളക്കമുണ്ട്, എൻ്റെ മനസ്സ് ശുദ്ധമാണ്, ഞാൻ എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. നിങ്ങൾ നിങ്ങളെ ഒരു വലിയ നിധിയായി കാണണം. നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ യോഗ്യതയുള്ളവനാണെന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രണയത്തിലാകുക. ഇത് വെറുതെ പറയുന്നതല്ല, ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ വൈബ്രേഷൻ മാറും. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്ന ആ നിമിഷം ലോകം മുഴുവൻ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. അത് വളരെ എളുപ്പത്തിൽ സംഭവിക്കും. അതുകൊണ്ട് സ്നേഹം അന്വേഷിച്ച് നടക്കുന്നത് നിർത്തുക. സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകി വരാൻ പാകത്തിന് നിങ്ങളുടെ മനസ്സും ചിന്തയും മാറ്റുക. നിങ്ങൾ ജനിച്ചത് സ്നേഹിക്കപ്പെടാനാണ്, സ്നേഹത്തിന് വേണ്ടി യാചിക്കാനല്ല. ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ യാചിക്കരുത്. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന് റെസ്പെക്റ്റ് തരാത്ത ഒരാളാണെങ്കിൽ അവിടെ സ്നേഹം കൊടുക്കുന്നത് നിർത്തുക. ആ എനർജി നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്